ശ്രീ കെ മാറ്റൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഏത് തരത്തിലാണ് ആസൂത്രണം കൃത്യമായ ആസൂത്രണം നടന്നു എന്നത് കൃത്യമാണ്. കാരണം 3 സ്ഥലങ്ങളിലായിട്ടാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. വ്യക്തമായ രീതിയിലുള്ള ഒരു തിരക്കഥ പോലെ തന്നെ ഈ കൊലപാതകങ്ങൾ നടത്തുന്നു, നിർവഹിക്കുന്നു, പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു, വിഷം കഴിച്ചാണ് ഞാൻ എത്തിയത് എന്ന് പറയുന്നു. ആസൂത്രിതമായ ഒരു അരുംകൊല, ഞെട്ടിപ്പിക്കുന്ന ഒരു കൊലപാതകം. ഈ കൊലപാതകത്തെ എങ്ങനെ താങ്കൾ നോക്കിക്കാണുന്നു? തീർച്ചയായിട്ടും ഇതൊരു നിഷ്ഠൂരമായ കൊലപാതകമാണ്. കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ക്രൂരവും അതുപോലെ തന്നെ പൈശാചികവുമായിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ്. കാരണം ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇയാളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെയാണ്. അത് അയാളുടെ ഉപ്പായുടെ ഉമ്മ 88 വയസ്സുള്ള ആ ഒരു വയോധികയെ ഒന്ന്, പിന്നെ അത് കഴിഞ്ഞ് അയാളുടെ ബാപ്പയുടെ ജ്യേഷ്ഠനും അയാളുടെ ഭാര്യയും, അതുപോലെ തന്നെ അയാളുടെ അമ്മയാണ് കൊലപ്പെടുത്താൻ ഒന്നും ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ ഇയാൾ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന പെൺകുട്ടിയെ, പിന്നെ അതുപോലെ തന്നെ ഇയാളുടെ 13 വയസ്സുള്ള ഇളയ സഹോദരൻ. അപ്പൊ ഇത്രമാത്രം ക്രൂരമായിട്ടുള്ള കൊലപാതകം കരുതിക്കൂട്ടി തീർച്ചയായിട്ടും ഇതൊരു പ്ലാൻ ചെയ്താണ്. അത് 3 സ്ഥലത്ത് ഒരേ സമയത്ത് തന്നെ, ഏകദേശം ഒന്നിന് പിന്നാലെ ഒന്ന്. ആദ്യം പ്രായമുള്ള ആ ഉമ്മയാണ് കൊലപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഓരോന്നുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ഈ കേസിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ അയാൾ എന്തും പറഞ്ഞുകൊള്ളട്ടെ, അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പ്രതി അല്ലെ കുറ്റവാളി, അയാൾ പറയുന്ന കാര്യങ്ങൾ ഒന്നും മുഖവിലക്കെടുക്കാൻ പാടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരായാലും സമൂഹമാണെങ്കിലും മാധ്യമമാണെങ്കിലും പോലും അയാൾ പറയുന്ന കാര്യങ്ങൾ മുഖവിലക്കെടുക്കാൻ പറ്റില്ല. അയാൾ ശരിയായ ഒരു ക്രിമിനലാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഒരു ബോധ്യം അനുസരിച്ചിട്ട്, എന്റെ അനുഭവം വെച്ചിട്ട് അയാൾ ഒരു ശരിയായ ക്രിമിനൽ എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം പറയുന്ന കഥ ഇപ്പോൾ ഒരു ജനപ്രതിനിധി തന്നെ വന്ന് പറഞ്ഞു പോലീസിൽ നിന്ന് കിട്ടിയ വിവരം എന്നുള്ളതെനിക്ക്. ആ കുടുംബാംഗങ്ങളെ മുഴുവൻ എല്ലാവരും കൂടെ ചേർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നു. കടബാധ്യതയുണ്ട്. ഇയാളുടെ ബാപ്പ ഗൾഫിലെ സ്പെയർ പാർട്സ് കടയാണ്. അവിടെ എന്തോ നഷ്ടമോ ബാധ്യതകളോ വന്നു. 75 ലക്ഷം രൂപ കടവുണ്ട്. അതിന്റെ പേരിൽ ഈ 3 സ്ഥലത്തുള്ള ഈ പ്രായമായ ഉമ്മയും മറ്റുമൊക്കെ കൊലപ്പെടുത്തിയിട്ട് അതിനകത്ത് എന്ത് നേടാനാണ്? അത് മാത്രമല്ല, ആ നഷ്ടം സഹിക്കാനായിട്ട് ഇങ്ങനെ തീരുമാനിച്ചു കുറച്ച് ഇവരുടെ 5 പേരുടെ മരണം ഉറപ്പാക്കി അയാൾ എന്തുകൊണ്ട് അയാളുടെ മരണം ഉറപ്പാക്കിയില്ല? ആത്മഹത്യക്ക് ശ്രമിക്കാനാണെങ്കിൽ ഇയാൾ 10 വർഷം മുമ്പ് ഒരിക്കൽ എലിവിഷം കഴിച്ച് രക്ഷപ്പെട്ടു എന്നുള്ളത് ഇയാളുടെ സുഹൃത്ത് തന്നെ ഒരു ചാനലിൽ പറഞ്ഞ് ഞാൻ കേട്ടു. അപ്പം ഇതൊക്കെ വെറുതെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാനായിട്ട് കരുതിക്കൂട്ടി തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നാടകീയമായിട്ട് ഹാജരാകുന്നു, ഒരു കഥ പറയുന്നു. ആ പറയുന്ന കഥ പോലീസ് മറ്റുള്ളവരോട് വിശദീകരിക്കുന്നു. ഇതൊന്നുമല്ല ഈ കേസിന്റെ പ്രാഥമികമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ മണിക്കൂറുകളിലാണ്. ഇതിലൊന്നും ഭയപ്പെടാനില്ല. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ഇത് അന്വേഷിക്കാനുള്ള സമയവും സാഹചര്യവും ഉണ്ട്. കാരണം ഇതിലെ പ്രതി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. വിഷം കഴിച്ചു എന്ന് പറയുന്നുണ്ട്. വിഷം കഴിച്ചോട്ടെ, പക്ഷെ ചികിത്സ നടത്തി അയാൾ രക്ഷപ്പെട്ടു വരുമെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ആ എലിവിഷം കഴിച്ച് മരണപ്പെടാനുള്ള സാധ്യത ഇല്ലാതില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ അയാൾ രക്ഷപ്പെടുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റേ അയാൾ പറയുന്നുണ്ട് കടബാധ്യതയാണെങ്കിൽ എന്തിനാണ് ഈ പെൺകുട്ടിയെ കൂടെ വിളിച്ചുകൊണ്ട് കൊലപ്പെടുത്തിയിരിക്കുന്നത്? അയാൾ പ്രേമിക്കുന്നു, അല്ലെങ്കിൽ അയാളുടെ പെൺ സുഹൃത്താണെന്ന് പറയുന്നു. ആ കുട്ടിയെ കൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ്? PG ക്ലാസ്സില് കൊല്ലത്ത് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ അച്ഛൻ ഒരു പാവപ്പെട്ട സാധാരണ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പുകാരനാണ്. അയാളുടെ മകളാണിത്. ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നു ആ രീതിയിൽ. ഇതിനകത്ത് അയാൾ പറയുന്ന കാരണങ്ങളൊന്നും ഒരു കാരണമല്ല ഈ പറഞ്ഞ. അതുപോലെ തന്നെ ഈ മരിച്ച ആ ഉമ്മയുടെ പ്രായമുള്ള സ്ത്രീയുടെ മാല അയാൾ പൊട്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾ ആത്മഹത്യ ചെയ്യാനാണ് പോകുന്നതെങ്കിൽ എന്തിനാണ് മാല?